നമസ്കാരം. നമുക്കിന്നൊരു അച്ചാറുണ്ടാക്കാം. അത് നാരങ്ങാത്തോട് വെച്ചാണ് ഞാനിവിടെ അച്ചാറുണ്ടാക്കുന്നത്. നമ്മൾ ഉപയോഗിച്ച നാരങ്ങാത്തോട് വിനാഗിരിയും ഉപ്പും ചേർത്ത വെള്ളത്തിൽ ഇട്ട് വെച്ചാൽ മാസങ്ങളോളം നാരങ്ങാത്തോട് കേടുകൂടാതെ ഇരിക്കും. അത് വെച്ച് നമുക്ക് ഈസി ആയിട്ടൊരു അച്ചാറുണ്ടാക്കാം. ഞാനിവിടെ 2 മാസമായിട്ട് എടുത്തു വെച്ചിട്ടുള്ള നാരങ്ങാത്തോടാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. നല്ലപോലെ അതിപ്പോൾ അലത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിനി അച്ചാറിടാം. അതിനുവേണ്ടി ഞാൻ കുറച്ച് ഇഞ്ചി ചെറുതായി അരിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ 5-8 വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് കറിവേപ്പിലയും എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ വെച്ച് ചൂടാക്കി അതിലേക്ക് 1 ടീസ്പൂൺ ഉലുവ ഇടാം. ഇത് നമുക്ക് പൊടിച്ച് അച്ചാറിൽ ചേർക്കാൻ വേണ്ടിയാണ്. അതിനുവേണ്ടി ഇത് നല്ലവണ്ണം വറുത്തെടുക്കണം. ലോ ഫ്ലെയിമിലാണ് ഞാനിത് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ ഉലുവ പൊട്ടാൻ തുടങ്ങി. ഇത് നമുക്ക് കോരി മാറ്റാം. ഇതുപോലെ തന്നെ നമുക്കും കടുകും വറുത്തെടുക്കണം. ഏകദേശം ഞാൻ 1 ടീസ്പൂൺ കടുക് ഇട്ടിട്ടുണ്ട്. നല്ലവണ്ണം ഇളക്കി കൊടുക്കുക. കടുകും അങ്ങനെ റെഡി ആയിട്ടുണ്ട്. ഇത് രണ്ടും മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുക്കണം. ഇനി നമുക്ക് അച്ചാറിടാൻ തുടങ്ങാം. അതിനുവേണ്ടി ഒരു പാൻ വെച്ച് ചൂടാക്കി അതിലേക്ക് എണ്ണ ഒഴിക്കാം. നല്ലെണ്ണയാണ് ഏറ്റവും നല്ലത്. നല്ലെണ്ണ ഇല്ലെങ്കിൽ നമുക്ക് വെളിച്ചെണ്ണയിലും അച്ചാറിടാം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുത്ത് വയ്ക്കുന്നത്. എണ്ണ നല്ലവണ്ണം ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ഇടാം. ഇത് രണ്ടും നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർക്കാം. ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കാം. ഇത് അധികം മൂപ്പിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് വാടിയാൽ മതി. ഇപ്പോൾ ഏകദേശമായിട്ടുണ്ട്. നമുക്കിതിലേക്ക് പൊടികൾ ചേർക്കാം. ഞാനിവിടെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് മുളക് പൊടി ആവശ്യമുണ്ട്. അതിനായി ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് എടുത്തേക്കുന്നത്. ഇത് നല്ലവണ്ണം ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ മൂപ്പിച്ചെടുക്കാം. ലോ ഫ്ലെയിമിലാണ് ഞാൻ പൊടികൾ മൂപ്പിക്കുന്നത്, ഇല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകും. ഇപ്പോൾ ഇത് നല്ലവണ്ണം മൂത്തിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന നാരങ്ങാത്തോട് ചേർക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നല്ലപോലെ നാരങ്ങയുടെ എല്ലാ ഭാഗത്തും ഈ അരപ്പ് പിടിക്കണം. പതിയെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് പൊടിച്ചു വെച്ചിരിക്കുന്ന ഉലുവയും കടുകും ചേർക്കാം. ഞാനിവിടെ അത് മൊത്തം എടുത്തിട്ടില്ല. ഒരു 1.5 ടീസ്പൂണാണ് ഇട്ടേക്കുന്നത്. നല്ലവണ്ണം ഇളക്കി കൊടുക്കാം. ഇനി ആവശ്യത്തിന് വിനാഗിരി ചേർക്കാം. ഇത് നല്ലവണ്ണം ഇളക്കി കൊടുക്കാം. പുളിപ്പ് നിങ്ങൾക്ക് ആവശ്യമുള്ള അത്രയും വിനാഗിരി ഒഴിക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. ഇനി നാരങ്ങയുടെ കയ്പ്പ് മാറാൻ വേണ്ടി ഞാനിവിടെ കുറച്ച് ശർക്കര ചേർക്കുന്നുണ്ട്. ഇതിന് പകരം പഞ്ചസാര വേണമെങ്കിലും ചേർക്കാം. അതിൻ്റെ കയ്പ്പൊന്ന് കുറയാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇത് നല്ലവണ്ണം ഇളക്കി കൊടുക്കാം. ഇനി ഞാനിവിടെ കുഴമ്പ് രൂപത്തിലാണ് എടുക്കുന്നത്. അതുകൊണ്ട് ഞാനിവിടെ ഇതിലേക്ക് വെള്ളം ചേർക്കുന്നില്ല. നിങ്ങൾക്ക് കുറച്ച് ഗ്രേവി വേണമെങ്കിൽ അതിലേക്ക് വെള്ളം ചൂടാക്കി ചേർക്കാം. ഇനി ഉപ്പ് നോക്കി ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കാം. നല്ലോണം ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ അച്ചാർ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കായപ്പൊടി കൂടി ചേർക്കാം. എന്നിട്ട് നല്ലവണ്ണം ഒന്ന് ഇളക്കിയെടുക്കാം. നമ്മുടെ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ്.